നമസ്കാരം. അടുത്തത് അദ്ദേഹത്തിൻ്റെ കാറ്റും മഴയും എന്ന് പറഞ്ഞ സിനിമയുടെ പൂജ. മോഹൻലാലാണ് സ്വിച്ച് ഓൺ. എറണാകുളത്ത് ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞ സ്റ്റാർ ഹോട്ടലിലാണ് സ്വിച്ച് ഓൺ. തലേന്ന് രാത്രി തന്നെ ഞാനെത്തി. ഞാൻ ഈ പടത്തിൽ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ എനിക്ക് അദ്ദേഹം റൂമൊക്കെ പറഞ്ഞ സംവിധായകൻ. അങ്ങനെയാണ് ഞാൻ ചെന്നത്. രാത്രി ഒരു 10 മണി കഴിയുമ്പോൾ എന്നെ മാക്ടയുടെ ജനറൽ സെക്രട്ടറി ആയ ബി ഉണ്ണികൃഷ്ണൻ വിളിച്ചു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, ദിനേശേ, നിങ്ങളുടെ പഴയ ഗുരുനാഥൻ്റെ പടത്തിന് നാളെ രാവിലെ വിളക്കൊളുത്താനായി ലാൽ സാർ വരില്ല എന്ന് പറഞ്ഞത് ഞാൻ വരാൻ സമ്മതിക്കില്ല. കാറ്റും മഴയും എന്ന് പറഞ്ഞ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് എറണാകുളത്തുള്ള ചെറുപ്പക്കാരനായി ഇപ്പോൾ തിരക്കഥയും വെബ് സീരിയലും സിനിമയൊക്കെ എടുത്ത നജിം ഗോയ എന്ന് പറഞ്ഞ യുവാവിൻ്റെ കഥയാണ്. NMDCയിലെ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെയാണ് അപേക്ഷിക്കാനെന്ന് ചോദിക്കാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നതാണ് ഈ നജിം ഗോയ. NMDCയിൽ അപേക്ഷിക്കാനായിട്ട് നിങ്ങളെന്താ സിനിമയിൽ ചെയ്യുന്നു, ആ സിനിമ ചെയ്യുന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ നല്ല കഥകളെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു കൊടുത്ത കഥയാണ് കാറ്റും മഴയും. കഥയ്ക്ക് പ്രതിഫലം കൊടുക്കുകയോ നാളത്തെ പൂജയ്ക്ക് അയാളെ ക്ഷണിക്കുകയോ അവിടെ വയ്ക്കുന്ന വലിയ ഫ്ലെക്സിൽ അയാളുടെ പേര് വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ലാൽ സാറിനെ വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഉണ്ണികൃഷ്ണൻ അർത്ഥഗർഭമായി ഒരു മടിയുമില്ലാതെ എന്നോട് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ അടുത്ത മുറിയിലുള്ള ഗുരുനാഥനെ ബന്ധപ്പെട്ടു ഫോണിലൂടെ. ഞാൻ കാര്യം പറഞ്ഞു, നാളെ മോഹൻലാൽ വരില്ല. ഉണ്ണികൃഷ്ണൻ വിളിച്ചിങ്ങനെ പറഞ്ഞു, എനിക്കൊരു തെറ്റ് പറ്റിയതാണ് ദിനേശ്, ഞാൻ തിരുത്താമത്. ദിനേശ് ഒന്ന് ഇടപെട്ട്. ഉണ്ണികൃഷ്ണൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഉണ്ണികൃഷ്ണനോട് സ്ഥായിയായ ഉണ്ണികൃഷ്ണൻ എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. എന്നോട് കാണിച്ച മോശത്തരം കൊണ്ട് ഞാൻ രാജിവെച്ച് പോയതിൻ്റെ ഒരു പകയായൊക്കെ കാണുള്ളൂ. പക്ഷേ എങ്കിൽ പോലും നിങ്ങളിൽ ആരെങ്കിലും ഇത് കാണുന്നവർ ബി ഉണ്ണികൃഷ്ണൻ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഇങ്ങനെ ക്രൗൺ പ്ലാസയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു, താങ്കൾ വിളിച്ച് ദിനേശിനോട് സംസാരിച്ചിരുന്നു എന്ന് കേട്ടാൽ എൻ്റെ വിശ്വാസം അയാൾ വിശദമായി നിങ്ങൾക്കത് പറഞ്ഞു തരും എന്നാണ്. ഞാൻ ഇടപെട്ടു. ഉണ്ണികൃഷ്ണൻ വഴങ്ങി. മോഹൻലാൽ രാവിലെ ക്രൗൺ പ്ലാസയിൽ വന്ന് വിളക്കിൻ്റെ തിരികൾ കൊളുത്തി. എനിക്ക് തോന്നുന്നു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഫാസിലിൻ്റെ പടത്തിൽ എന്തോ ആണ് അപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് കൊളുത്തിയിട്ട് വേണം അദ്ദേഹത്തിന് ആലപ്പുഴയ്ക്ക് പോകാൻ. ഞാനും പൂജ കഴിഞ്ഞപ്പോൾ ഞാനും ഉണ്ണികൃഷ്ണനും എൻ്റെ ഗുരുനാഥനും കൂടി ഒരു മുറിയിലേക്ക് കയറി. ഉണ്ണികൃഷ്ണൻ ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് അടിച്ചു എന്നല്ല പറയണ്ടേ, അതിനപ്പുറം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമാണ്. ഡയറക്ടർ ഒന്ന് വേർത്തു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി ഉണ്ണി, സോറി 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 എന്നൊരു 10,000 വട്ടം അദ്ദേഹം ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു. ഇത് ആവർത്തിക്കില്ല ഉണ്ണി, ഞാനത് കഥയുടെ ക്രെഡിറ്റ് അയക്ക് കൊടുക്കാം, അയക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കാശ് 50,000 രൂപ അതും കൊടുക്കാം. അപ്പോൾ തിരക്കഥ എഴുതുന്നത് പ്രശസ്ത ചെറുകഥാകൃത്തായ സന്തോഷ് ഇച്ചിക്കാനമാണ്. സന്തോഷ് ഇച്ചിക്കാനം എന്നോട് പറഞ്ഞു, ദിനേശ് ചേട്ടാ, ഞാൻ ഉറപ്പ് തരുന്നു, നാളെ മുതൽ വരുന്ന വാർത്തകളിൽ ഞാൻ പറയാം കഥ നജിം ഗോയയുടെ ആണെന്നും തിരക്കഥയാണ് ഞാൻ എഴുതിയെന്നും ഞാൻ പറയാം, ഒപ്പം കാശ് വാങ്ങിക്കൊടുക്കാം. ഒരിക്കലത്തേക്ക് അദ്ദേഹത്തോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ തിരക്കഥ എഴുതിയ സന്തോഷ് എച്ചിക്കാനത്തിനെ പുള്ളി പറ്റിച്ചു, കള്ളച്ചെക്ക് കൊടുത്തു. എച്ചിക്കാനം പയ്യന്നൂരുള്ള കോടതിയിൽ കൊണ്ടൊന്ന് കേസ് ഫയൽ ചെയ്തു. അയാൾ എച്ചിക്കാനം അവിടത്തുകാരൻ എന്തോ ആണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ദിനേശേ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ സിറ്റിയിലുണ്ട്. നിങ്ങളെങ്ങനെ വന്നത്? ഞാൻ എന്ത് സാർ, അല്ല കാറോ സ്കൂട്ടറോ? ഞാൻ പറഞ്ഞു കാറ്. ഒന്ന് വീട്ടിൽ വന്നേ, എന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിലാക്കണം. ഞാൻ കാറും കൊണ്ട് ചെന്ന് വൈകുന്നേരം ഇദ്ദേഹത്തെ കയറ്റി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി. ട്രെയിൻ വരുന്നവരെ കൂടെ വന്നു. ഗുരുവല്ലേ. ഞാൻ ചോദിച്ചാൽ എവിടെ പോകണം? പയ്യന്നൂർ വരെ പോകണം. ആ സന്തോഷ് എച്ചിക്കാനം കൊണ്ടുവന്നൊരു കേസ് കൊടുത്തു. ഞങ്ങൾക്ക് എന്തിനി? അല്ല, അയാൾക്ക് ആ തിരക്കഥ എഴുതി എൻ്റെ ബാക്കി പൈസ കൊടുക്കാത്തതിന്. ഇതെല്ലാം നിർമ്മാതാവിൻ്റെ നിന്ന് വാങ്ങിച്ചു. പടം റിലീസ് ചെയ്തില്ല. ഒരു കൊച്ചു പയ്യനാവാം നിർമ്മാതാവ് അരുണിനെ ഞാൻ വിളിക്കുന്ന വേദി നിൽക്കുന്ന കോടീശ്വരൻ എന്നാണ്. ഇത്രയും കോടികൾ മുടക്കിയിട്ട് 8-10 വർഷമായിട്ട് ആ പടം റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ പയ്യന്നൂർ കോടതിയിൽ പോയി പുള്ളി ജാമ്യം എടുത്തു. അത് കഴിഞ്ഞിട്ട് അയാൾക്ക് പൈസ കൊടുത്തു. സന്തോഷ് എച്ചിക്കാനത്തിനെ സെറ്റിൽ ചെയ്തു. അപ്പോൾ സന്തോഷിനെ പറ്റിക്കാൻ നോക്കി. പിറ്റേ വർഷം സിനിമ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുക. മികച്ച തിരക്കഥാകൃത്ത് എൻ്റെ ഗുരുനാഥൻ, സിനിമ കാറ്റും മഴയും. സത്യം പറഞ്ഞാൽ നജിം ഗോയയെ പറ്റിച്ചു. ഞാൻ അവിടെ വിളിച്ചു. അവാർഡൊക്കെ കണ്ടോ? ഞാൻ കണ്ടു, അതുകൊണ്ടാണ് വിളിച്ചത്. എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു, സാർ ഏതിൻ്റെ കഥയുടെ അവാർഡ് വാങ്ങിച്ചേ? നജിം ഗോയയുടെ കഥയ്ക്ക് സാർ അവാർഡ് വാങ്ങിച്ചല്ലേ? അയാളുടെ അല്ലേ കഥ? വല്ല പത്രത്തിലും വരുന്ന കട്ടിങ്സ് എടുത്തോണ്ടെന്ന കഥ ആവണം. എങ്ങനെ ഞങ്ങളുടെ ഈ ഹാജിയാർമാരുടെ വീട്ടിലെ ജീവിതകഥ സാറിന് എങ്ങനെ അറിയാം? നജിം ഗോയ ഒരു മുസ്ലിമായിട്ട് അറിയാം. വളരെ മോശമായിപ്പോയി സാർ. എന്നെ ചതിച്ചതാണ് സാർ. കാരണം ഞാനാണ് അതിൻ്റെ ഇടനിലക്കാരനായി നിന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്തത്. മേലാൽ എന്നെ വിളിക്കരുത്
എന്ന് ഞാൻ വാണിംഗ് കൊടുത്ത അവസാനിപ്പിച്ചു. അന്ന് അങ്ങനെ വാണിംഗ് കൊടുത്തെങ്കിലും ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ചെയ്തത് തെറ്റല്ല എന്നാണ്. കാരണം ഒരു ഗുരുനാഥൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, കണ്ടവൻ്റെ കഥ എടുത്തിട്ട്. ഈ വിഷയം ഫെഫ്കയിൽ പരാതിയായി വന്നു. നജീം കോയ പരാതി കൊടുത്തു. അന്ന് ഞാനും സംവിധായകൻ കമലും ഒക്കെ ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവിലുണ്ട്. അപ്പോൾ കമൽ എന്നെ വിളിച്ച് പുറത്തു കൊണ്ടുപോയിട്ട് പറഞ്ഞു, ദിനേശ്, ഇവിടെയുള്ള ഈ ഫെഫ്ക എക്സിക്യൂട്ടീവ് അംഗങ്ങൾ 21 പേരാണ്. അവരിൽ എൻ്റെ ഈ ഗുരുനാഥനോടൊപ്പം സഹകരിച്ചാൽ എന്തിനാ ഒളിച്ചു വയ്ക്കുന്നത്, നിങ്ങൾക്കെല്ലാം അറിയാം, പിന്നെ ഞാൻ പേര് പറയാതിരിക്കുന്നത്, ഹരിച്ചേട്ടനോടൊപ്പം സിനിമയിൽ സഹകരിച്ച നമ്മൾ 2 പേരേ ഉള്ളൂ, ഞാനും ദിനേശ്. നമ്മൾ ഹരിച്ചേട്ടന് വേണ്ടി നിൽക്കണം. ആ നജീം കോയ ഫെഫ്ക മെമ്പറൊന്നും അല്ലല്ലോ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം ഇരച്ചു കയറി. നല്ല ബന്ധമായിരുന്നു ഞാനും കമലൊരു പുസ്തകം എഴുതിയാൽ അതിൽ ഒപ്പിട്ട് തരുമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള നല്ല ബന്ധം ഉണ്ടായിരുന്നതാണ്. എനിക്ക് വേണ്ടി ഒരു സീരിയൽ മഴവിൽ മനോരമയിൽ അന്നുണ്ടായിരുന്ന മഹാനെ വിളിച്ച് ഒരു സീരിയൽ ദിനേശിന് കൊടുക്കണേ, അവൻ്റെ ജീവിത സാഹചര്യം വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞ ആളാണ്. അതൊന്നും ഞാൻ മറക്കില്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിന്നാൽ മതി, ഞാൻ നിൽക്കില്ല എന്ന് കടുപ്പിച്ച് പറഞ്ഞതിനാലാണ് അന്ന് മുതലാണ് കമൽ എന്നോട് പിണങ്ങിയത്. പിന്നെ പെണ്ണുടി കേസ് വന്നപ്പോൾ കൂടുതലായി ആ പിണക്കം. ഞാൻ കേസ് പ്രോഗ്രാം ചെയ്തല്ലോ, അതോടുകൂടി വർഗശത്രുവാക്കി എന്നെ പോക്സോ കേസ് പ്രതിയാക്കിച്ചു. പങ്കജ് ഹോട്ടൽ നടത്തുന്ന ചന്ദ്രസേന നായരെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ സുരേഷ് കുമാറിൻ്റെ അളിയൻ. ചന്ദ്രസേന നായർ കെ ജയകുമാർ IAS വെച്ച് വർണ്ണച്ചിറകുകൾ എന്ന സിനിമ, കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ എടുത്തു. ഞാനായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ. എൻ്റെ ജോലിയിലെ കൃത്യത കണ്ടിട്ടാകണം അടുത്ത പടം എനിക്ക് തന്നു ചന്ദ്രസേന നായർ, സേനൻ ചേട്ടൻ എന്ന് പറയാം. ഞാൻ കഥ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ എൻ്റെ ഗുരുനാഥനോട് ഈ കാര്യം പറഞ്ഞു. ഞാനിങ്ങനെ ഒരു കഥ അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മൾ പണ്ട് N. മോഹന സാറിൻ്റെ ഒരു കഥ വാങ്ങി സ്ക്രിപ്റ്റൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് സാറിൻ്റെ കയ്യിലുണ്ട്, 10-15 വർഷമായിട്ട് പെട്ടിയിരിക്കുകയാണ്, അതെനിക്ക് തരുമോ എന്നിട്ട്. നിങ്ങൾ എന്താണ് മേലാൽ ഇങ്ങനെ ചോദിക്കരുത് കേട്ടോ, ഞാൻ ചിലപ്പോൾ മരിക്കുന്നവരെ ആ സിനിമ ചെയ്തില്ല എന്ന് വരും. പക്ഷേ ആ കഥ ദിനേശ് ചോദിക്കുന്നത് ശരിയാണ്. ഞാൻ അങ്ങനെയല്ല സാർ, വെറുതെ ഇരിക്കുന്നു. അന്ന് സ്ക്രിപ്റ്റ് എഴുതാൻ സാറിൻ്റെ കൂടെ മാസങ്ങളോളം കൂടെ നടന്നിട്ട് എനിക്ക് ബസ് കൂലി പോലും സാറ് തന്നിട്ടില്ല. ആ കഥ തന്നാൽ സാറ് പറയുന്ന പൈസയും തിരക്കഥയ്ക്ക് എത്ര രൂപയാണോ ആ പൈസയും സാറിൻ്റെ പേര് കടിച്ചും വയ്ക്കാം. ഗുരുനാഥൻ എഴുതിയ കഥയ്ക്ക് ശിഷ്യൻ സംവിധാനം ചെയ്തൊന്നും ആവില്ല എന്നായി ഞാൻ. അതൊന്നും ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ ലെഫ്റ്റ് അടിച്ചു. എന്നിട്ട് എന്നെ ചോദിച്ചു, ഈ കുട്ടികളുടെ സിനിമ ചെയ്യാനൊക്കെ ഇപ്പോൾ പ്രൊഡ്യൂസറെ കിട്ടുമോ എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടി. ഞാനിങ്ങനെ ജയകുമാർ സാർ ചെയ്ത വർണ്ണച്ചെറുകളുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ ജയകുമാർ സാർ ഒഫീഷ്യലായിട്ടുള്ള തിരക്കുകൊണ്ട് ഡൽഹി കേരള പറന്നപ്പോൾ ഈ 16mm ഫിലിമുമായിട്ട് മദ്രാസിൽ പോയൊക്കെ വേണ്ട പണികളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ പണി നടക്കുന്നതിനിടയിൽ സേനൻ ചേട്ടന് സുഖമില്ലാതായതുകൊണ്ടായിരിക്കണം, കൃത്യമായി പടം തീർത്തെടുത്തതുകൊണ്ട് ആ സ്നേഹം കൊണ്ടായിരിക്കണം എനിക്ക് അടുത്ത പടം എന്നെ കൊണ്ട് ചെയ്യിക്കാൻ തന്നത്. സേനാണോ പ്രൊഡ്യൂസർ? എവിടെയെങ്കിലും കഥ നോക്കൂ കേട്ടോ എന്നുണ്ട്. ഞാനങ്ങ് പോയി. വൈകുന്നേരം ആയപ്പോൾ സേനൻ ചേട്ടൻ വിളിക്കുന്നു, ദിനേശേ, നമ്മൾ തമ്മിലൊരു സിനിമ ചെയ്യുന്നു എന്ന് ദിനേശ് ആരോടെങ്കിലും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരോട്? ഞാൻ ഇങ്ങനെ ഹരികുമാറിനോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്, അത് തരുമെന്ന് ചോദിച്ചു. എന്ത്? അല്ല, ഹരികുമാർ വിളിച്ചിരുന്നു. അയാളിൽ തിരക്കഥ എഴുതാനൊന്നും റൂമിനൊന്നും ചിലവിടണ്ട, ഞാൻ ഒരു തിരക്കഥ എഴുതി വെച്ചിട്ടുണ്ട്, മനോഹരമായ ഇതാണ്, നമുക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ഞാൻ എന്ത് പറയട്ടെ ദിനേശ്? ഞാൻ പറഞ്ഞു, സേനൻ ചേട്ടൻ പറ, ചെയ്യാമെന്ന് പറഞ്ഞു. ചെയ്തു. എന്ന് മാത്രമല്ല, ആ സിനിമയിൽ ഞാനപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലയെന്ന് പറഞ്ഞ സീരിയലിൻ്റെ നായികയെ വേണമെന്ന് പറയുമ്പോൾ നായികയെ ബുക്ക് ചെയ്ത് കൊടുത്തു. അതിൽ അമ്മ വേഷം ചെയ്യുന്ന ബിന്ദു രാമകൃഷ്ണനെ ബുക്ക് ചെയ്ത് കൊടുത്തു. എല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു, പുള്ളിക്ക് അതിലൊന്നും ഇതിൽ അപാര തൊലിക്കെട്ടുകളുണ്ട്. ആ ദിനേശേ, ആ നായിക കുട്ടിയെ കിട്ടുമോ? നമുക്ക് കിട്ടും, ഒന്ന് സംസാരിക്കും. ആ ബിന്ദു രാമകൃഷ്ണന് കിട്ടും. എല്ലാം അങ്ങനെ ഞാൻ ചെയ്തു കൊടുത്തു. എങ്ങനെയും പടം ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എൻ്റെ പ്രൊഡ്യൂസറെ അടിച്ചുകൊണ്ട് പോയിട്ട് പോലും ഞാൻ പിണങ്ങാത്ത ആളാണ്. അതാണ് പുലർവട്ടം എന്ന് പറഞ്ഞ സിനിമ. ഞാൻ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല, അതൊരു ഗുരുദക്ഷിണയായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച ആളാണ് ഞാൻ. 1 കോടിയിലധികം കടം കയറി ദിനേശും അയാളുടെ ഭാര്യയും കൂടി എറണാകുളത്തേക്ക് മുങ്ങാൻ പോവുകയാണ്. വീടും വസ്തുവും വയലും എല്ലാം മോൻ്റെ പേരിലേക്ക് മാറ്റിയിട്ടാണ് മുങ്ങൽ. ദിനേശ് മുങ്ങയാണ്. വയലും വീടും തറയും എല്ലാം മോൻ്റെ പേര് എഴുതി വെച്ചിട്ട് മുങ്ങയാണ്. എന്നെ ഗുരുനാഥൻ പരിചയപ്പെടുത്തിയ ടാറ്റ അലയൻസിൽ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയോട് പറഞ്ഞതാണിത്. കേട്ടോ, അറിഞ്ഞോ? നമ്മുടെ ദിനേശ് മുങ്ങയാണ്. അയാളുടെ വീടും വയലും പറമ്പും എല്ലാം മോൻ്റെ പേരിൽ എഴുതി വെച്ചിട്ട് അയാളും ഭാര്യ കൂടെ മുങ്ങുന്നു. അപ്പോൾ മോൻ തിരുവനന്തപുരത്ത് അനാഥനായിട്ട് കിടക്കട്ടെന്ന് വിചാരിച്ചു. എന്താണെന്നോ പുള്ളി അങ്ങനെ പറഞ്ഞു. പക്ഷേ ആ പെൺകുട്ടിക്ക് എന്നോട് ചോദിക്കാൻ ധൈര്യമില്ലായിരുന്നു.
അവളെന്ത് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ അനുജൻ്റെ ഭാര്യയോട് തിരക്കി, ഇങ്ങനെ ദിനേശ് സാർ മുങ്ങയാണോ, വീട് സ്ഥലവുമാണെങ്കിൽ SBIയിൽ ലോണിലാണ്, വീട് വയ്ക്കാൻ വേണ്ടി ഞാൻ ലോൺ എടുത്തു, വയലുകൾ 3 2 സഹകരണ സ്ഥാപനങ്ങളിൽ പണയം വച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ പ്രമാണം ഈ എടുത്ത ലോൺ എവിടെ നിന്നാണ് എടുത്തത് ആ ബാങ്കുകളിലും ആ സഹകരണ ബാങ്കിലും ഒക്കെ ഇരിക്കും. ആ വസ്തു ഞാൻ എങ്ങനെ മോൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുമെന്ന് ഇദ്ദേഹം ആലോചിച്ചില്ല. ഇദ്ദേഹം ചുമ്മാ ഒരു ഗുണ്ടടിച്ചതാണ് ആ പെൺകുട്ടിയോട്. ഭാഗ്യലക്ഷ്മി കൊടുത്ത കേസിൽ, ശബ്ദം കൊടുക്കുന്ന ഭാഗ്യലക്ഷ്മി ഉണ്ടല്ലോ, അവർ കൊടുത്ത കേസിൽ സൈബർ പോലീസ് എന്നെ ഇടിച്ച് സൂപ്പാക്കിയെന്ന് ഒരു SI, സൈബർ പോലീസിലെ ഒരു SI ഇദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ നടന്ന, വർഷങ്ങളോളമായി എൻ്റെ കൂടെ നടക്കുന്ന, നാഷണൽ അവാർഡ് കിട്ടിയ സുഹൃത്തിൻ്റെ അപേക്ഷാ ഫോം വരെ ഫില്ലപ്പ് ചെയ്ത ദിനേശിനെ ഇടിച്ച് ഈഞ്ചപ്പരുവമാക്കിയെന്ന് ഒരു പോലീസുകാരൻ പറഞ്ഞാൽ, നിങ്ങൾ ചെയ്തത് ഭയങ്കര ദ്രോഹമായിപ്പോയി, എന്തിനാണ് നിങ്ങളിങ്ങനെ, അയാളങ്ങനെ ജീവിതത്തിൽ തെറ്റൊന്നും ചെയ്യാത്ത ഒരാളല്ലേ എന്നല്ല പുള്ളി ചെയ്തത്. പുള്ളി എന്താ അറിയാം, അപ്പം തന്നെ കല്ലു ടെന്നീസ് അടക്കമുള്ള സിനിമാ രംഗത്തുള്ള ഒരുമാതിരിപ്പെട്ട പരിചയക്കാരൻ മുഴുവൻ വിളിച്ചു പറഞ്ഞു, അറിഞ്ഞോ ആ ദിനേശിനെ സൈബർ സെല്ലുകാർ ഇടിച്ച് ഈഞ്ചപ്പരുവാക്കി കേട്ടാ ആ ഭാഗ്യലക്ഷ്മി എടുത്ത കേസിൽ. ഇങ്ങനെ അങ്ങനെ ആഘോഷിച്ചു. നിങ്ങൾക്ക്, ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾ കല്ലു ടെന്നീസ് ജീവിച്ചിരിപ്പുണ്ട്, ചോദിച്ചു നോക്ക്. ഒരു മോശം വാക്കുകൊണ്ട് പോലും സൈബർ പോലീസ് എന്നെ നോവിച്ചിട്ടില്ല. എവിടെയും തല ഉയർത്തി എന്ന് തന്നെ പറയാം. ഒന്നാമത് ഈ സൈബർ പോലീസുകാർക്ക് യൂണിഫോം ഇല്ലല്ലോ. എന്തിനാണ് താങ്കൾ എവിടെയൊക്കെ പറ്റി എഴുതണേ? താങ്കൾക്ക് വേറെ എന്തെല്ലാം കഥകൾ പറയാം. താങ്കളുടെ കഥ സ്ഥിരമായി കാണുന്ന ആളാണ്. ഇനി ഇവരെ പറ്റി ഒന്നും എഴുതരുത് കേട്ടോ എന്നാണ് അവിടുത്തെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന DYSP എന്നോട് പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോൾ നാണം തോന്നി എന്നോട്. ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ഇനി അവരെ പറ്റി പറയില്ല. എന്നെയാണ് ഈഞ്ചപ്പരുവാക്കി വിട്ടത്. അതുപോലെ ഒരു ദിവസം പുള്ളി എന്നെ വിളിക്കുകയാണ്, ദിനേശേ, എൻ്റെ ഒരു അനന്തരവള് ദിനേശിനെ കാണാൻ വരും, ഒരു ചെറിയ സഹായം ദിനേശ് ചെയ്തു കൊടുക്കണം. അനന്തരവൾ എന്നെ കാണാൻ വന്നു. കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ടാറ്റ AIG എന്ന് പറഞ്ഞ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഏജൻ്റാണ് ഈ പെൺകുട്ടി. ഒരു പോളിസി എടുത്ത് സഹായിക്കണം, അതിനാണ് വന്നിരിക്കുന്നത്. ഞാൻ സഹായിച്ചു, ഗുരുനാഥൻ പറഞ്ഞതല്ലേ. എനിക്കറിയാത്ത ഏത് അനന്തരവൾ എന്ന് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു. നീ ആരുടെ മോളാ? നീ അദ്ദേഹത്തിന് അനന്തരവൾ എന്നാണല്ലോ പറയണേ. ഒരു പോളിസിക്കായി അദ്ദേഹത്തെ വിളിച്ചതാ സാറേ. അദ്ദേഹം അത് താങ്കളുടെ തലയിൽ വെച്ച് തന്നേ ഉള്ളൂ, ഞങ്ങൾ ബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ വേറൊരു കാര്യം കൂടെ തുറന്ന് പറയാം സാർ. അദ്ദേഹം നായരും ഞാൻ ആശാരി വിഭാഗത്തിലുള്ള കാർപ്പൻട്രി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. എൻ്റെ ബന്ധുവൊന്നും അല്ല സാർ എന്ന് അവർ പറഞ്ഞു. നല്ല സൗഹൃദമായപ്പോൾ ആ ഏജൻറ്റ് എന്നോട് പറഞ്ഞ ആ പെൺകുട്ടി പറഞ്ഞത്, ചന്ദ്രികയെ കാണും മുമ്പ്, ചന്ദ്രചേച്ചി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതിൻ്റെ ഭാര്യയാണ്, ചന്ദ്രികയെ കാണുന്നതിന് മുമ്പ് നിന്നെ കണ്ടിരുന്നെങ്കിൽ ഞാൻ നിന്നെ കെട്ടിയനെ എന്നാണെന്ന് അദ്ദേഹം പല പ്രാവശ്യം ഇപ്പോൾ ഫോൺ വിളിച്ച് പറയുന്നത്. ഇങ്ങോട്ട് കൂടെ വിളിക്കുന്നു. അപ്പോൾ പറഞ്ഞ, ചന്ദ്രയെ കാണും മുമ്പായിരുന്നു ഞാൻ കെട്ടിയനെ കേട്ടോ, നീ എന്തൊരു സുന്ദരി എന്നാണ് അദ്ദേഹം പറയുന്നത്.